ഗുഡ് മോർണിംഗ്, ഹാപ്പി സൺഡേ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് സത്യമായിട്ടും ഇന്ന് രാവിലത്തെ വീഡിയോ കേട്ടോ. ഇന്ന് രാവിലെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും പോത്ത് കറിയാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തിയൊക്കെ ചുട്ടടുക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ബാക്കി അങ്ങോട്ടുള്ള വീഡിയോസ് എല്ലാം കഴിഞ്ഞ ദിവസം എടുത്തു വെച്ചിരുന്നതാണ്. ഇന്ന് രാവിലെ ഇത്ര എടുക്കാനുള്ള സമയം കിട്ടിയിട്ടുള്ളൂ. അത് കാരണം എടുക്കണം, പിന്നെ എഡിറ്റ് ചെയ്യണം, ഇടണം, അതിനുള്ള സമയം കിട്ടില്ല. അതുകൊണ്ട് ഇത്രേ എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ രാവിലെ ചപ്പാത്തി ചുട്ടുകൊണ്ട് നിന്നപ്പോൾ ഒരു 9 മണിയെങ്കിലും ആവും. അപ്പോഴാണ് വേദ ഉറക്കം എണീറ്റ് താഴേക്ക് വന്നത് കേട്ടോ. ഞാൻ പോയി കുളിയടി എന്ന് പറയാണ്. നേട്ടം വീട്ടിലുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും ഗ്രാൻഡായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും നെട്ടേത്ത് പോവാണ്ട് ഇവിടെ തന്നെ സൺഡേ ആയിട്ട് നിൽക്കുന്നതും. കാര്യം ഇതാണ്. ഇത് വീണ്ടും വേദ ഷർട്ട്, അച്ഛൻ്റെ ഷർട്ടാണ് ഇട്ടിരിക്കുന്നത്. ഭയങ്കര കംഫർട്ടബിളാണെന്ന് പറഞ്ഞിട്ടാട്ടോ ഇടുന്നത്. അങ്ങനെ ചപ്പാത്തി അതിഗംഭീരമായി ഞാൻ ചുട്ടടുക്കിക്കൊണ്ടിരിക്കുകയാണ്. നോക്കിയാൽ ചപ്പാത്തി പൊങ്ങിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് വല്ലപ്പോഴൊക്കെ ഇങ്ങനെ കിട്ടത്തുള്ളൂ, എപ്പോഴും ഇങ്ങനെ കിട്ടത്തൊന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ വല്ല ലക്കനോ കിട്ടിയാലേ അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ ഈവനിങ് കിഴി പൊറോട്ട ഉണ്ടാക്കുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാവിലത്തെ വിശേഷം ഇത്രേ കാണിക്കാൻ പറ്റില്ല കേട്ടോ. എന്തായാലും നാളെ കിഴി പൊറോട്ടയുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ ദിവസം ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. ഞാനും അച്ഛനും കൂടി ഒരാവശ്യമായിട്ട് എവിടെയോ പോയിട്ട് വന്നപ്പോൾ നമ്മുടെ തച്ചൂട്ടുകാവ് മൂങ്ങോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഇങ്ങനെ നല്ല ഫ്രഷ് കോട്ടൂക്കണം മാങ്ങ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛനും മാങ്ങ എവിടെ കണ്ടാലും വീക്ക്നെസ്സാണ്. നല്ല നോക്കി അച്ഛൻ എടുക്കാനും അറിയാം കേട്ടോ. അങ്ങനെ ദേ അപ്പൂപ്പൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ മാങ്ങ വാങ്ങുകയാണ്. പാവല്ലേ, അവരെ വീട്ടിൽ നിന്ന് എവിടെ നിന്ന് കൊണ്ടുവന്നതെന്ന് പറയുന്നു. അത് ചുമ്മാതെ ആയിരിക്കും, എങ്കിലും നല്ല മാങ്ങയായിരുന്നു. വീട്ടിൽ കൊണ്ടുവന്നു മാങ്ങയെല്ലാം ചെത്തി കഴിച്ചു. അതിൻ്റെ വീഡിയോ എടുത്തിട്ട് നോക്കിയപ്പോൾ വേദയുടെ ഡ്രസ്സിങ് ശരിയല്ല. അതുകൊണ്ട് പിന്നെ ഞാനതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. ഇനി നിന്ന് രാത്രിയായി കേട്ടോ. രാത്രിയായി. ചീമ പപ്പിയെ കളിക്കാനായിട്ട് ഇങ്ങനെ മടിയിലെടുത്ത് വെച്ചതും പപ്പി നന്നായിട്ട് കടിച്ച് കയറ്റി കൊടുത്തു കേട്ടോ. ചീമയുടെ കയ്യിൽ പല്ലെല്ലാം താന്ന്. ചീമയ്ക്ക് നല്ല വേദനയുണ്ട്. പപ്പി കടിച്ചതിൻ്റെ പണിഷ്മെൻ്റായിട്ട് അഴിച്ചു വിട്ടിരുന്ന പപ്പിയെ കെട്ടിയിടാൻ പോവുകയാണ്. അങ്ങനെ ചീമയ്ക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ ഞങ്ങൾ പോവുകയാണ് കേട്ടോ. പപ്പിക്ക് നമ്മൾ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, എങ്കിലും പപ്പിയുടെ പല്ല് നന്നായിട്ട് താന്നു. ചീമയുടെ കയ്യിൽ ഭയങ്കര വേദനയൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾ കരുതി എന്തായാലും ചീമയ്ക്കൂടെ ഒരു ഇഞ്ചക്ഷൻ എടുത്തേക്കാന്ന് കരുതി അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ചീമയ്ക്ക് അത് ആവശ്യം കേട്ടോ. പപ്പിയെ ഭയങ്കര വല്ലാണ്ട് കൊഞ്ചിക്കും. അവനാണെങ്കിൽ ദേഷ്യം വന്നാൽ കണ്ണും മൂക്കും കയ്യും ഒന്നും കാണില്ല കേട്ടോ. ആരൊന്നുമില്ല, കടിച്ച് പറ്റിച്ചു കൊടുക്കും. നന്നായിട്ട് കടിച്ചു കൊടുത്തു കേട്ടോ. അങ്ങനെ നേരെ ഞങ്ങൾ പേരൂർക്കട ഹോസ്പിറ്റലിലാണ് പോയത്. ഗവൺമെൻറ് ഹോസ്പിറ്റലായിട്ടോ പോയത്. ഏതൊക്കെ വന്നാലും അവസാനം നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെയാണ് പോകുന്നത് കേട്ടോ. ഇതിപ്പോൾ ഇവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇഞ്ചക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നത്, എവിടെയാണെന്ന് അറിയത്തില്ല. മിക്കവാറും പട്ടിയെല്ലാം കടിച്ചാൽ നേരെ ജനറൽ ഹോസ്പിറ്റലിലേക്കാണ് വിടുന്നത്. അപ്പോൾ ചീമ പറഞ്ഞത് കാര്യമായിട്ടുള്ള മുറിവില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ പ്രൈമറി ഡോസ് ഇവിടെ നിന്ന് എടുക്കും, നമുക്ക് ഇവിടെ വന്ന് നോക്കിയ ശേഷം ജനറൽ ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറയും. ശരിയെന്ന് പറഞ്ഞിട്ട് നമുക്ക് അടുത്തല്ലേ പേരൂർക്കട. അപ്പോൾ പേരൂർക്കട ഹോസ്പിറ്റലിൽ നേരെ വന്നു. അപ്പോൾ OP എടുത്തു. വെറും 5 രൂപയുടെ കാര്യം കേട്ടോ OP. പക്ഷേ നമ്മൾ രാത്രി ഒരു 8 മണിയൊക്കെ ആവും കേട്ടോ. രാത്രി 8 മണി സമയമൊക്കെ ആയതുകൊണ്ട് അധികം തിരക്കുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് ഈ സമയത്തൊന്നും വന്നാൽ OP എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അത്രയ്ക്ക് തിരക്കായിരിക്കും. ഗവൺമെൻറ് ഹോസ്പിറ്റലല്ലേ, എല്ലാവരും ഇവിടെ ആയിരിക്കും കൂടുതലും വരുന്നത്. അപ്പോൾ ഞങ്ങൾ രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിൽ അങ്ങനെ നടന്ന് മന്ദം ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ പണി പാളി. ഡ്യൂട്ടി ഡോക്ടറാട്ടോ. അപ്പോൾ പനി പിടിച്ചവരും ചുമയുള്ളവരും അസുഖമുള്ളവരും എല്ലാതരം അസുഖമുള്ളവരും ഡ്യൂട്ടി ഡോക്ടറെ കാണാനായിട്ട് നിൽക്കുകയാണ്. ഞങ്ങളത് കരുതി ഈശ്വര ഇന്ന് പണി പാളിയല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിഷമിച്ച് നിന്നപ്പോൾ പനിയുള്ളവരെല്ലാം ടെമ്പറേച്ചർ ചെക്ക് ചെയ്തിട്ട് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്നവരിൽ 90% ആൾക്കാരും പനിയുള്ളവരായിരുന്നു കേട്ടോ. അവരെല്ലാവരും ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാൻ പോയ സമയം ഞങ്ങൾ അകത്ത് കയറി. ഉടനെ തന്നെ ഇഞ്ചക്ഷനൊക്കെ എഴുതി തന്നു. അപ്പോൾ അവിടെ നിന്ന് തന്നെ എടുത്താൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. 3-4 ഡോസ് എന്തോ ഉണ്ട്. ഇന്ന് എടുത്തിട്ട് 2 ദിവസം കഴിഞ്ഞാണ് അടുത്ത ഡോസ്. അങ്ങനെ 2-3 ഡോസായിട്ടുണ്ട്. അതെല്ലാം ഇവിടെ നിന്ന് തന്നെ എടുത്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ഡോക്ടർ പറഞ്ഞു ഭയങ്കര തിരക്കാണ്, കുറച്ച് ബുദ്ധിമുട്ടാകും, അടുത്ത ദിവസങ്ങളിലെല്ലാം രാവിലെ വരണം, 8-നും 1 മണിക്കും ഇടയ്ക്ക് വന്നിട്ട് വേണം എടുക്കാനെന്ന് പറഞ്ഞു കേട്ടോ. ഇപ്പം ഞങ്ങൾ തൽക്കാലം രക്ഷപ്പെട്ടുവെങ്കിലും അടുത്ത ദിവസം നന്നായിട്ട് നമ്മൾ അനുഭവിക്കുമെന്ന് മനസ്സിലായി കേട്ടോ. ഈ രാത്രി തന്നെ എന്തോരം ആൾക്കാരാണ് ഡോക്ടറെ കാണാനായിട്ട്. അതും കൂടുതലും പേരും പനിയായിട്ട് കേട്ടോ. എല്ലാവരുടെ മുഖം ചുമന്ന് തുടുത്ത് ഒരു കോലായിട്ട് നിൽക്കുക കേട്ടോ. അത്രയ്ക്ക് പനി പിടിച്ച് എല്ലാവരും ട്രിപ്പൊക്കെ ഇട്ട് അങ്ങനെ കിടക്കുക കേട്ടോ. എല്ലായിടത്തും പനിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക. ഡെങ്കു ഒക്കെ ഇപ്പോൾ ഭയങ്കര ഭീകരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. H1N1 എല്ലാം ഉണ്ട്. നമ്മൾ മാസ്കൊക്കെ വെച്ചാണ് പോയത്. അങ്ങനെ ചീമയ്ക്ക് ഇഞ്ചക്ഷൻ എടുക്കുകയാണ്. 2 കയ്യിലായിട്ടോ എടുക്കുന്നത്. അത് കഴിഞ്ഞ് TT എടുക്കാൻ പറഞ്ഞു. അങ്ങനെ TT എടുക്കുക കേട്ടോ. അപ്പോൾ ഇഞ്ചക്ഷൻ വച്ച പാടെ തന്നെ അവിടെ കയ്യിലിങ്ങനെ പൊന്തി വന്നു കേട്ടോ. നല്ലതായിട്ട് പൊങ്ങി ഇങ്ങനെ വന്നു. ചീമക്ക് പണി കിട്ടിയെന്ന് മനസ്സിലായി ചീമയിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് TT എടുത്തു. TT അതിനെക്കാട്ടി ഭീകരവേദനയായിരുന്നു കേട്ടോ. ചീമയ്ക്ക് ഭയങ്കര കൊഞ്ചിക്കലായിരുന്നു പപ്പിയോട്. ഞാനങ്ങനെ അധികം പപ്പിയോട് കൂട്ടുകൂടാൻ പോവില്ല, ഇഷ്ടമാണ് എങ്കിലും കൂട്ടുകൂടാൻ പോവില്ല. ഇതെടുത്ത് മടിയിലിരുത്താൻ പോയ ബഹളമാണ് നിങ്ങളെ കണ്ടത് കേട്ടോ. ഫുൾ നന്നായിട്ട് അവൻ കടിച്ച് കുറേ സമയം നിന്നു. അങ്ങനെയാണ് പണി കിട്ടിയത്.
എന്തായാലും പട്ടി കടിച്ചതും ടി ടി എടുത്തതും എല്ലാം കൂടെ ആയിട്ട് ജീമ ആകെ കോളായിട്ടിരിക്കുന്നു. പിന്നെ രക്ഷപ്പെട്ടു. അധികം തിരക്ക് ഇപ്പോഴുണ്ടായിരുന്നില്ല. പിന്നെ ജനറൽ ഹോസ്പിറ്റലിലും പോവേണ്ടി വന്നില്ല. അങ്ങനെ ഇഞ്ചക്ഷൻ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അതൊരു ഭാഗ്യമായി. രാത്രി ആയതുകൊണ്ടാണ് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റിയത്. ഇറങ്ങി വന്നപ്പോഴേക്കും ഞാൻ ജീമയോട് പറയായിരുന്നു, എനിക്ക് കണ്ടന്റ് ഇല്ലാണ്ട് ഞാൻ വിഷമിച്ചിരിക്കായിരുന്നു, താങ്ക് യു ജീമ എന്ന് പറയായിരുന്നു കേട്ടോ. പാവം അവൾക്ക് കൈയൊക്കെ നല്ല വേദനയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ നിറയെ പട്ടികൾ നിൽക്കുന്നു. എന്നിട്ട് ഞങ്ങൾ ഓടി വീട്ടിൽ ചെന്നപ്പോൾ പപ്പി അങ്ങനെ നിൽക്കുക കേട്ടോ. പപ്പിക്ക് മനസ്സിലായി എന്തോ സംഭവിച്ചു എന്ന് മനസ്സിലായി. അങ്ങനെ പപ്പിക്ക് വഴ കൊടുത്തപ്പോൾ മിണ്ടാതെ നിൽക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ വഴ കൊടുക്കുമ്പോൾ എന്നോട് തിരിച്ചിങ്ങനെ ദേഷ്യപ്പെടും. ഇതിപ്പം മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ പപ്പിക്ക് മനസ്സിലായി എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. എന്താണ് സംഭവം എന്ന് ഒരു പിടിയും കിട്ടുന്നില്ല കേട്ടോ. പക്ഷേ നമ്മുടെ ശരവണനുണ്ടല്ലോ, അവൻ ഒന്നും ചെയ്യില്ല. നമ്മൾ ഇറങ്ങി ചെന്നാലോ കടിക്കുക ഒന്നും ചെയ്യില്ല. ജീമ കാണിച്ചു കൊടുക്കുകയാണ്, എന്നെ നീ കടിച്ചിട്ട് കണ്ടോ, ഞാൻ അനുഭവിച്ചത് കണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ പപ്പി അഴിച്ചു വിട്ടു കേട്ടോ. കുറേ സമയം പണിഷ്മെൻ്റായിട്ട് കെട്ടിയിട്ടെങ്കിലും കുറച്ച് സമയം കഴിക്കും നമുക്ക് പാവം തോന്നിയിട്ട് അഴിച്ചു വിട്ടു. പപ്പിക്ക് എന്താ അറിയാം, അവൾ തന്നെ വീണ്ടും പിന്നെ അടുത്ത മടിയിലൊക്കെ പിടിച്ചിരുത്തി കേട്ടോ. എത്ര കിട്ടിയാലും പഠിക്കത്തില്ല. ഞാനിങ്ങനെ അധികം പപ്പിയായിട്ട് കൂട്ടില്ല. എനിക്കിതിനെയൊക്കെ പേടിയാണ്. എത്ര സ്നേഹം എന്ന് പറഞ്ഞാലും എനിക്ക് ഭയങ്കര പേടിയാട്ടോ. എന്തായാലും പപ്പിയും ആകെ വിഷമത്തിലാണ്. അകത്തേക്കൊക്കെ കയറാൻ വലിയ മടിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷം ഇത്രയേ ഉള്ളൂ. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. എനിക്കധികം വീഡിയോ എടുക്കാനുള്ള ഒരു സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇന്ന് കുഞ്ഞു വീഡിയോയിൽ ചുരുക്കുന്നത്. ഒന്ന് ക്ഷമിച്ചേക്കുക. ഡെയിലി വീഡിയോ ഞാൻ ഇടയില്ലേ, അപ്പോൾ ഈ കുഞ്ഞു വീഡിയോയിൽ ഒന്ന് ക്ഷമിച്ചേക്കുക കേട്ടോ. ടാറ്റാ.